ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതിക്കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആട്ടോ. ഞാനൊരു ഹോസ്പിറ്റൽ പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടുള്ള അറിവൊന്നും ഇല്ല. ഞാൻ കുറേ വീഡിയോ കണ്ടു, പിന്നെ കുറേ അമ്മമാരോട് ചോദിച്ചിട്ടുമൊക്കെ ഞാൻ ചെയ്തൊരു ബാഗ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട് 8ാം മാസം സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ ചെയ്ത് വെക്കണം, ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം എന്ന് പറയും. പക്ഷെ പിന്നെ കുറേ പേര് പറയും അങ്ങനെ ബേബിയുടെ സാധനങ്ങളൊന്നും മേടിക്കരുത്, ജനിച്ച് കഴിഞ്ഞിട്ട് മേടിക്കാവൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ ചെന്ന് ഷോപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് കുട്ടിക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം അതിനകത്ത് ഇപ്പം പലതരം അസുഖങ്ങളും പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിന് അലർജി വരാനും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എല്ലാം കുഞ്ഞിന്റെ ആയാലും അമ്മയുടെ ആയാലും ശരി തന്നെ തുണിയൊക്കെ മുൻകൂട്ടി വാങ്ങി വാഷ് ചെയ്ത് വെയിലത്ത് ഉണക്കി നന്നായിട്ട് അയൺ ചെയ്ത് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മാക്സിമം ചെയ്യുന്നവർക്ക് ചെയ്യാം. അപ്പോൾ ഞാനും എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ അത് ചെയ്യുന്നത്. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ സ്വന്തമായിട്ട് എടുത്തൊരു ഡിസിഷനാണ്, നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാം, സമയത്ത് കിടന്ന് ഓടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പം എനിക്ക് അറിവുള്ള സാധനങ്ങളും പിന്നെ മറ്റുള്ളവർ പറഞ്ഞ സാധനങ്ങളും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ അധികമാണെന്ന് തോന്നും, പിന്നെ അതല്ലെങ്കിൽ കുറവാണെന്ന് തോന്നുന്നവരും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം നിർബന്ധമായിരുന്നു, കുട്ടിക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ പോയി എനിക്ക് നേരിട്ട് കണ്ട് തന്നെ വാങ്ങിക്കണം എന്നൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് തുണിയെല്ലാം വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്നതിന് ഞാൻ ഉപയോഗിച്ചത് പൂപ്പീസിന്റെ ഒരു ബേബി ഫാബ്രിക് വാഷ്. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാട്ടോ ഞാൻ കുട്ടിയുടെ തുണിയെല്ലാം കഴുകിയത്. ഇത് ഉപയോഗിച്ച് കഴുകി നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കി എടുത്ത് അത് നന്നായിട്ട് അയൺ ചെയ്ത് പിന്നെ ഇതുപോലെ കുറച്ച് സിപ്ലോ കവർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടും പിന്നെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടും അത് കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കുമല്ലോ, പൊടിയൊന്നും വീണ്ടും കയറാണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ സിപ്ലോ കവർ വാങ്ങിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൂപ്പീസിന്റെ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കുട്ടിയുടെ തുണിയൊക്കെ വാഷ് ചെയ്തത്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അത്യാവശ്യം വേണ്ട മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ആണ്. ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊന്നും അല്ല കേട്ടോ, ഷോപ്പിൽ പോയി നേരിട്ട് കണ്ട് വാങ്ങിച്ച. ഇതും ഞാൻ നന്നായിട്ട് കഴുകി വെയിൽ ഒളിച്ച് സാധനം എടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്തല്ലേ നമ്മൾ കുട്ടിയുടെ സാധനങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ടർക്കീസാണ് മേടിച്ചത് കുട്ടിക്ക്. രണ്ടല്ല, ഞാൻ അതിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഞാൻ 2 എടുക്കുന്നത്. നമുക്ക് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 2 ദിവസമൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് സെക്ഷനൊക്കെ ആണെങ്കിൽ 4 ദിവസം വരെ പോവാം. അപ്പോൾ സമയത്തായിരുന്നു ഓണുണ്ടല്ലോ. അപ്പൊ ഞാനത് വാഷ് ചെയ്ത് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെ ക്യാപ്സ് വരുന്ന 2 ടർക്കി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് പൂപ്പീസ്, ഫസ്റ്റ് ട്രൈ, പിന്നെ എനിക്ക് സാധനം മേടിക്കാൻ പോകുന്ന സമയത്ത് ടെക്സ്റ്റൈൽസിൽ നിന്ന് കണ്ടിഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയും 1-2 പ്രോഡക്റ്റ് എനിക്ക് വരാനുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 2 ടർക്കി ഇതിനകത്ത് വെച്ചു കൊടുക്കുക കേട്ടോ. ഈ 2 ടർക്കീസ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഞാനിത് ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചതാണ്. ഒരു ബേബിക്ക് പറ്റിയിട്ടൊരു കുഞ്ഞു ബ്ലാങ്കറ്റ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയൽ, എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തത്. ഇതും കുട്ടിക്ക് നല്ലതായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു മെറ്റീരിയൽ ആട്ടോ. അപ്പൊ ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ഹോസ്പിറ്റലിൽ നമുക്ക് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ബെഡിലൊന്നും ആവാണ്ടിരിക്കാനും ഒക്കെ അത്യാവശ്യം വേണ്ടിയിട്ട് ഞാൻ 3 ഡ്രൈ ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സ്മോള്, ഒരു ലാർജ്, പിന്നെ ഒരു മീഡിയം, ഇങ്ങനെ 3 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് 2 ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ഒരെണ്ണം ഞാൻ 2 ഓൺലൈനിൽ നിന്നും 1 ഷോപ്പിൽ നിന്നും മേടിച്ചത്. പക്ഷേ ഷോപ്പിൽ നിന്ന് മേടിച്ചതെല്ലാം ഒരേ കണക്ക് തന്നെ. ഇതുപോലെ നമുക്ക് അടിയിൽ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഇതിന് വെള്ളമൊന്നും താഴോട്ട് പോകത്തില്ല. ഇപ്പൊ യൂറിനൊക്കെ കുഞ്ഞ് പാസ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് ഇങ്ങനെ പോകില്ല. അപ്പൊ ഇത് അത്യാവശ്യമായിട്ടൊരു സംഭവം കേട്ടോ. അപ്പൊ അതിന് 2 ഞാൻ എടുക്കുന്നുണ്ട്.
അപ്പൊ ഇത് രണ്ടോടെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ബാസ്ക്കറ്റിൽ എന്റെ സാധനം തികയില്ല, ബാക്കി എന്റെ ബാഗിലും കൂടെ വെക്കണം എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ 2 ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ സ്മാളും മീഡിയം എടുത്തിരിക്കുന്നു കേട്ടോ. ലാർജ് മാറ്റി വെച്ച് നമുക്ക് വീട്ടിലുള്ള സമയത്തൊക്കെ ബെഡിൽ ഉപയോഗിക്കാമല്ലോ. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു റബ്ബർ ഷീറ്റ്, ഈ ഡ്രൈ ഷീറ്റ് പോലെ തന്നെ നമുക്ക് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ അത് പോവാണ്ടിരിക്കാനൊക്കെ ഞാൻ ഡ്രൈ ഷീറ്റ് മേടിച്ചു. ഇത് ഞാൻ റബ്ബർ ഷീറ്റ് മേടിച്ചു. ഈ ഡ്രൈ ഷീറ്റ് ഉള്ളതുകൊണ്ട് മേടിക്കണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്പൊ ഷോപ്പിലൊക്കെ ചെന്നപ്പോൾ അവർ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും ഇവിടുത്തെ ചേച്ചിമാർക്ക് എന്നോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു തരുന്നില്ലേ, അപ്പൊ ഓരോരുത്തർ പറഞ്ഞു തരുന്ന അറിവ് നമ്മൾ വേണ്ടാന്ന് വെക്കരുതല്ലോ. അപ്പൊ ഞാൻ എന്താണ്ട് ഈ ഒരു റബ്ബർ ഷീറ്റ് കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും പൂപ്പീസിന്നാണ് മേടിച്ചത്. ഇത് പൂപ്പീസിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി വല്ല റേറ്റ് ഇച്ചിരി ഇവിടെ കൂടുതലായിരുന്നു, പക്ഷെ നല്ലതാ. അപ്പം ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളേ. പിന്നെ ഒരു ബാത്തിങ് ടവൽ ഞാൻ എടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. കുട്ടി ഹോസ്പിറ്റലിൽ വെച്ച് കുളിപ്പിക്കുമോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിൽ കൂടി ഞാൻ ഒരു ബാത്തിങ് ടവല്, നല്ല മെറ്റീരിയലാട്ടോ ഇത് ഞാൻ എവിടെ മേടിച്ച് എനിക്ക് ഓർമ്മയില്ല. ഇത് നല്ലതാണ്, കുട്ടിയെ കുളിപ്പിച്ചിട്ട് നമുക്ക് തുടയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ്. അതും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾ മേടിക്കുന്ന എല്ലാ സാധനവും മാക്സിമം കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. ന്യൂ ബോൺ ബേബീസ് ആണ്, അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെ തന്നെ മേടിക്കാൻ നോക്കുക. ഞാൻ അങ്ങനെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് നല്ല സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബാത്തിങ് ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് വൈറ്റ് ക്ലോത്ത്. വെള്ള തുണി നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഓൾറെഡി ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത് കൊണ്ടുവരും. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് വാഷ് ചെയ്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് കീറിയിട്ടില്ല, ഇത് കീറി പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരും എന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒരു 2-3 വെള്ളമുണ്ടോ പഴയ തുണി തന്നെ ഉണ്ടെങ്കിൽ അത് നല്ലത്. അപ്പം അത് അവിടുന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഇവിടുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി ആവശ്യം വന്നാലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ള തുണി എടുത്ത് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമാണ്. അപ്പം അത് ഞാൻ നമ്മുടെ ബാസ്ക്കറ്റിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് വേണം, കുറച്ച് ജഡലാസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. കുഞ്ഞ് കെട്ടുടുപ്പുകൾ മേടിച്ചിട്ടുണ്ട്. ഇതും ഞാൻ കഴുകി വൃത്തിയാക്കി തേച്ച് മടക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നത്. ഇത് പൂപ്പീസിന്റെ കുറച്ചുണ്ട്, പിന്നെ അല്ലാതെ വരുന്നതുണ്ട് കേട്ടോ. ഇത് ബനിയൻ ക്ലോത്തും ഉണ്ട്, പിന്നെ കോട്ടനും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് കെട്ടുടുപ്പുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഉടുപ്പ് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ എത്ര ദിവസം അവിടെ ഉള്ളതെന്ന്. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഒരു 7 കെട്ടുടുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാത്ത 2-3 ജോഡി ഡ്രസ്സും എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 7 കെട്ടുടുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഉടുപ്പും കൂടെ ഞാൻ ഇതിനകത്ത് വെച്ചു കൊടുക്കാണ്. പിന്നെ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു 2 ജോഡി ഡ്രസ്സും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. 2 അല്ല 3 ഉണ്ട്. അതെന്താ ഞാൻ പകുതി പറഞ്ഞുതരാം. അപ്പൊ ഇത് ഞാൻ പൂപ്പീസിന് മേടിച്ച കുറച്ച് റേറ്റ് ആണെങ്കിലും നല്ല സുഖമാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ്. പ്ലെയിൻ വൈറ്റിന് ഞാൻ ഒരുപാട് തപ്പി, കിട്ടുന്നില്ല സാധനം. എത്ര ഷോപ്പിൽ കയറിയെന്നറിയാമോ, പ്ലെയിൻ വൈറ്റ് കിട്ടിയില്ല ഞങ്ങൾക്ക്. ഒരു വൈറ്റ് ഡിസൈൻ ഉള്ള ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതും കൂടെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തെങ്കിലും അഴിപ്പറ്റ സമയത്തോ അവരുടെ മുഖത്തൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു ടവൽസ് വേണം കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈ കേട്ടോ മേടിച്ച, നല്ല സോഫ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഒരു ഫേസ് സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ദേഹത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത നല്ല അടിപൊളി കുഞ്ഞു ചെറിയ ടവൽസ് മേടിച്ചിട്ടുണ്ട്. ഇതും അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ ഇതും ഇതിനകത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കുഞ്ഞു സാധനങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് പിന്നെ വേണ്ട കാര്യം എന്ന് വെച്ചാൽ, ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നഖം ഉണ്ടാവും. അവർക്ക് അറിയായിരിക്കും നല്ല ഷാർപ്പ് നഖമായിട്ടായിരിക്കും വരിക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വിറ്റമിൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് 4 ഞാൻ എടുത്തിട്ടുണ്ട്. 4 ദിവസം അങ്ങോട്ടുള്ളെങ്കിൽ എത്രത്തോളം യൂസ്ഫുൾ ആവുന്ന എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു 4 കളറ് 4 മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ ചെറിയ ഐറ്റം പോലും ഞാൻ
വാഷ് ചെയ്ത് ഉണക്കി തേച്ചതാണേ. എല്ലാം എന്തെങ്കിലും ഇട്ട് വെക്കുന്നത്. പിന്നെ ഇങ്ങനെ കവറിലാക്കി വെക്കുമ്പോൾ നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് എടുക്കാൻ എളുപ്പമാണ്. അതേപോലെ ഒരു 3 ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൂപ്പീസിൻ്റെ കേട്ടോ. പൂപ്പീസിന് മേടിച്ച് കഴിഞ്ഞാൽ 3 ചെറിയ ക്യാപ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ക്യാപ്പൊക്കെ ആദ്യം കണ്ടപ്പോൾ തോന്നി ഒത്തിരി വലുതാണ്. പിന്നെ അവർ പറഞ്ഞു തന്നു ഇത് ന്യൂ ബോണ്ടയാണ് എന്നൊക്കെ അവർ പറഞ്ഞു തന്നിട്ട് ഞാൻ എടുത്തതാണ്. നമുക്ക് കാണുമ്പോൾ തോന്നുന്നു വലുതാണ് കേട്ടോ, പക്ഷെ ഇത് ചെറുതാണ്. പിന്നെ ചെറിയ കുഞ്ഞു സോക്സുകൾ ഈ മിറ്റൻസിന്റെ കൂടെ തന്നെ ഉള്ള അങ്ങനെ മേടിച്ചത്, കൂടെ തന്നെ ഉള്ള സെയിം കളേഴ്സ് തന്നെ വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം 4 വെച്ചെടുത്തിട്ടുള്ളത്. ക്യാപ്പ് 3 ഉള്ളൂ. പിന്നെ നാപ്പീസ് എടുത്തിട്ടുണ്ട് 4. ഹോസ്പിറ്റലിലൊക്കെ പാമ്പേഴ്സ് തന്നെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. എന്നാലും ഇതെനിക്ക് എത്രത്തോളം ഉപയോഗപ്പെടും എന്നൊരു അറിവില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് 4 വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അപ്പം അവിടുന്ന് മേടിക്കാം. പിന്നെ കുഞ്ഞു പാൻറ്റീസ് എന്താ അവർക്ക് ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂ ബോണിനൊക്കെ ഒരു പാമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മറ്റേ ലെങ്കോട്ടി കെട്ടി കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതെനിക്ക് ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ എന്തായാലും കുഞ്ഞ് ന്യൂ ബോൺസിന്റെ കുറച്ചൊരു 7-8 മേടിച്ച് ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഒരു ചെറിയ ടവൽ എക്സ്ട്രാ. ഇത് എനിക്കിത് കളറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചാണേ. അപ്പൊ ഇതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത്ര സാധനങ്ങളാണ് ഇതിനകത്ത് ഇത്ര സാധനങ്ങളെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഞാൻ എടുത്തൊരു സാധനങ്ങൾ വെച്ചിട്ട് അത് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ കൊള്ളത്തില്ല, അത്രയും സ്പേസേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഇങ്ങനെ ഒരു ട്രോളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കുഞ്ഞിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 1-2 സാധനങ്ങൾ ഞാൻ ഈ ബാസ്ക്കറ്റിലും ബാഗിലും, എൻ്റെ ബാഗിലും വെക്കാത്ത 2-3 സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു വൈറ്റ് ടർക്കിയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞ് ചെറിയ സമയത്ത് അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് ടർക്കി ചോദിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ ഫുള്ള് വെള്ള ഇടണമെന്ന ആഗ്രഹം. അപ്പൊ ആ സമയത്ത് ഞാനൊരു പൂപ്പീസിന്റെ ഒരു ടർക്കി മേടിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു വൈറ്റ് കെട്ടുടുപ്പ്, ഒരു ക്യാപ്പ്, മിറ്റൻസ്, സോക്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കെട്ടുടുപ്പല്ല ചോദിക്കുന്ന, കുഞ്ഞിന് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് വേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു വൈറ്റ്, ഇത് ഫുള്ള് വൈറ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ ഒത്തിരി നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ കവേർഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഉടുപ്പ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒരിക്കലും ഈ ഒരു ബാസ്ക്കറ്റിലും ബാഗിലും വെക്കുന്നില്ല. എനിക്കും ലേബർ റൂമിൽ കൊടുക്കാനായിട്ട് ഡ്രസ്സ് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു സംഭവം, ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ബാഗിലും ട്രോളിലും ബാസ്ക്കറ്റിലും വെക്കാണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യും. ഒരു വേറെ ബാഗിൽ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പൈസ അന്ന് ഏൽപ്പിച്ചിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സിറ്റുവേഷൻ പോലെ എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇതിനകത്ത് വെക്കാണ്ട് മാറ്റി വെക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യം പാമ്പേഴ്സ് ആണ്. ഡൈപ്പേഴ്സ് നമുക്ക് വേണം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പാമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതൊന്നുമല്ല. ഇത് ഞാൻ ഷോപ്പിൽ പോയി തന്നെ മേടിച്ചു. ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ കുറച്ചുകൂടി നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഷോപ്പിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. നല്ല ബ്രാൻഡാ പാമ്പേഴ്സ്, നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂ ബേബി അപ് ടു 5 kg 42 പാൻസ് ഇതിനകത്തുണ്ട്. അപ്പം ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇത് ഞാൻ എന്റെ ബാഗിലോട്ട് വെച്ച് കൊടുക്കുവാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ പൈപ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ബേബി ഹഗിന്റെ ഇത് ഫസ്റ്റ് പ്രൈസ് മേടിച്ചതാണ്. 590 രൂപ റേറ്റ് ആണ്. MRP 2 പാക്കിന് 560 വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 90% വാട്ടർ പൈപ്സ് ആണ്. ഫ്ലേവർ ഉള്ളത് കൊണ്ട് വാട്ടർ പൈപ്സ് തന്നെ. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്നത് പ്ലെയിൻ വാട്ടർ പൈപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് 72 പൈപ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതും കൂടെ ഫുൾ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കണ്ടോ, ഇങ്ങനൊരു ബോക്സിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള മസാജ് ഓയില്, റാഷ് ക്രീം, ബോഡി ലോഷൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് സെബാമെഡ് ആണ്. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് ഇങ്ങനൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഞാൻ ഒരു സെബാമെഡിന്റെ ഒരു ബാർ സോപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മസാജ് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റാഷ് ക്രീം നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. ഇതിനകത്ത് വേറെ ഏത് സാധനം വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ റാഷ് ക്രീം മേടിക്കണം. കാരണം എന്ന് വെച്ചാൽ കുട്ടിക്ക് പാമ്പേഴ്സ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ഡ്രസ്സിന്റെ അലർജി എന്തെങ്കിലും വന്ന റാഷസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റാഷ് ക്രീം അത്യാവശ്യമാണ്. അപ്പോൾ റാഷ് ക്രീം നിങ്ങൾ എന്തായാലും മേടിക്കാൻ നോക്കണം.
പിന്നെ ഞാൻ എടുത്തത് ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. ബേബിയുടെ ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ പൗഡർ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ലതല്ലെന്നാണ് പറയുന്നത് പൗഡർ യൂസ് ചെയ്യുന്നത്. ന്യൂ ബോൺസ് ബേബീസിന് നല്ലതല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൗഡറിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് പിന്നെ നെയ്സൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. നമുക്ക് വൃത്തിയാക്കാമല്ലോ കുഞ്ഞിനെ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെവി വൃത്തിയാക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ അത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാമോ, ബഡ്സ് യൂസ് ചെയ്യാമോ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അതിനെ കുറച്ചുകൂടെ പഠിക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അതും കൂടെ മേടിച്ചിനകത്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇങ്ങനൊരു ബോക്സിലാക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഈ ബാഗിലോട്ട് വെക്കാം. പിന്നെ മറ്റൊരു പ്രധാന സാധനം എന്ന് പറയുന്നത് കുഞ്ഞാവയുടെ നൈൽ കട്ടർ കേട്ടോ. അപ്പൊ വളരെ ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് നൈൽ കട്ടർ, ഒരു കുഞ്ഞ് സിസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈനാട്ടോ വാങ്ങിച്ചത്. ഈ ഒരു ബോക്സ് കാണാൻ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല നഖമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജനിച്ച ഉടനെ നമുക്ക് നഖം വെട്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇത് എപ്പോഴാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ നല്ല ഒരു നൈൽ കട്ടറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഫസ്റ്റ് ക്രൈന് മേടിച്ചതാണ്. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊന്ന് സാധനങ്ങൾ. ഇതെന്ന് പറയുന്നത് കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ബാഗാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ ക്യാരി ചെയ്ത് നല്ല സേഫായിട്ട് പിടിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ. നല്ല സോഫ്റ്റ് ആണിത്. കുഞ്ഞിനെ നമുക്ക് ഇതിനകത്ത് നല്ല കുഞ്ഞിന് ചൂടുവാണല്ലോ ജനിച്ച കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമുക്ക് സിബ് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഇതാണ് ഓപ്പൺ ചെയ്ത് കുറച്ച് പാടുപെട്ടെ. ഹസ്ബൻഡ് ആട്ടോ ഓപ്പൺ ചെയ്ത് തന്നെ. അപ്പോൾ അതാണ്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റും. നല്ല സുഖം കേട്ടോ. കുട്ടിക്ക് നല്ല സുഖമായിരിക്കും. ഇങ്ങനെ എടുക്കാം. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അവർക്ക് സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഞാൻ ബാഗിൽ വെക്കുന്നില്ല. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ അല്ലാണ്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ബെഡ്, ഇതിന്റെ തന്നെ ബെഡിന്റെ മോഡൽ വരികയാണ്. ഇതും കൊള്ളാം. ഇതും നല്ലതാട്ടോ. ഇങ്ങനെ എടുക്കുക. സിബ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാം. നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാം. കുഞ്ഞിനെ ക്യാരി ചെയ്യാനും യൂസ് ചെയ്യാനായിട്ട് നമുക്കിത് പറ്റും. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ രണ്ടല്ല, അതിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ ഞാൻ രണ്ടെണ്ണം കൊണ്ടുപോകുന്നുള്ളേ. അപ്പോൾ അതേപോലെ നമുക്ക് വേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു ബെഡ് വേണമല്ലോ, നെറ്റൊക്കെ ഉള്ളൊരു ബെഡ്. ഇപ്പോൾ കൊതുകും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് സേഫായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞാവെ കുറച്ചൊന്ന് സേഫായിട്ട് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വരുന്നത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച കേട്ടോ. ഷോപ്പിൽ പോയി നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇങ്ങനെ സിബ് വരുന്നുണ്ട്. നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കുട്ടീനെ കിടത്താനായിട്ട് പറ്റും. അതിനകത്ത് പിന്നെ ഒരു കുഞ്ഞു പില്ലോ വരുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു പില്ലോ വരുന്നുണ്ട്. പിന്നെ ചെറിയ 2 കുഞ്ഞു പില്ലോസും കൂടെ വരുന്നുണ്ട് സൈഡിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേണം. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇത് ഹോസ്പിറ്റൽ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കുഞ്ഞുങ്ങൾ കൊതുവടിക്കുന്ന ആ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഫീഡിങ് പില്ലോ ആണ്. ഫീഡിങ് പില്ലോ ഞാൻ മേടിക്കണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ അമ്മമാരും എൻ്റെ അടുത്ത് പറയുന്നു ഇതൊരെണ്ണം വാങ്ങിക്കുക, ഇതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുക. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ കണ്ടതിന് കുറെ പേരൊക്കെ ഈ ഒരു കാര്യം വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പിന്നെ കൂപ്പീസ് ചെന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നല്ലതാണ്, ഇത് എടുക്ക്, എന്തായാലും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഫീഡിങ് പില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ഫീഡിങ് പില്ലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എടുക്കുന്നത്. ഹോസ്പിറ്റലല്ല, വീട്ടിൽ വന്നാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഫീഡിങ് പില്ലോ കുഞ്ഞിന് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫീഡിങ് പില്ലോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന സാധനം. അപ്പൊ നമ്മുടെ ബേബിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു, അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്കുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ബേബിയുടെ എൻ്റെ ബാഗിൽ തന്നെ ഒരു സൈഡിൽ ഞാൻ കുഞ്ഞിന്റെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിലാണ് എനിക്കുള്ള സാധനങ്ങൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ബെഡ്ഷീറ്റ് വേണം. അപ്പോൾ ഞാൻ അവിടെ 2-3-4 ദിവസമൊക്കെ നിൽക്കുന്നെങ്കിലും
നമുക്കറിയില്ലല്ലോ കറക്റ്റ് എത്ര ദിവസം നിൽക്കുന്നതെന്ന്. അപ്പൊ ഞാൻ 2 ബെഡ്ഷീറ്റും അതിന്റെ 2 പില്ലോ കവറും എടുത്തിട്ടുണ്ട്. ബൈസ്റ്റാൻഡറിനും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ എന്തായാലും 2 ബെഡ്ഷീറ്റും 2 പില്ലോ കവറും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ടവല് വേണം. അപ്പോൾ തോർത്ത് വേണം. ഞാൻ 2 വലുതും പിന്നെ 2 ചെറിയ ടവലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമാണ്. ഇത് നമുക്ക് മാത്രമല്ല ബൈസ്റ്റാൻഡറിനും ആവശ്യമായിട്ട് വരും, നമുക്കും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ തോർത്തും വെക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് പിന്നെ അതുപോലെ തോർത്ത് എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കുളിക്കുകയൊക്കെ ചെയ്യണമല്ലോ, കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു കാര്യമാണ് ഇങ്ങനൊരു ടവല്. കുറച്ച് വലുതാട്ടോ. അപ്പോൾ ഇങ്ങനൊരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ ബാഗിന് ഒരുപാട് സ്പേസ് പോകുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ കുഞ്ഞിന്റെ പറഞ്ഞതുപോലെ തന്നെ എന്റെ സാധനങ്ങളെല്ലാം കഴുകി വെയിലത്തുണക്കി തേച്ച് മടക്കി ഇങ്ങനെ ഓരോ സിഗ്ലോ കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് നിർബന്ധമാണ്, ആവശ്യമുള്ളവർക്ക് എടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അറിയാലോ, നൈറ്റീസ് വേണം. നൈറ്റീസ് ഞാനൊരു 6 എടുക്കുന്നുണ്ട്. 6 അല്ല 5 കേട്ടോ എടുക്കുന്നത്. 4 നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട്. ഒരെണ്ണം അവർ ലേബർ റൂമിൽ ചോദിക്കും. അപ്പം ഞാൻ ഒരു നൈറ്റിയും അതുപോലെ അണ്ടർ സ്കേർട്ടും അണ്ടർ ഗാർമെന്റ്സും കൂടെ ഞാൻ പ്രത്യേകം മാറ്റി വെച്ചിരിക്കുക. ഞാൻ കുഞ്ഞിന്റെ കാര്യം 2-3 മാറ്റി വെച്ചു, 2-3 മാറ്റി വെച്ചില്ലേ ഒരു ഡ്രസ്സ്. അപ്പം അതിൻ്റെ കൂടെ വെക്കാനായിട്ട് ഞാൻ ഇങ്ങനൊരു വൈറ്റ് നൈറ്റി, ഒരു ലൈറ്റ് കളേഴ്സാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കുഞ്ഞിന്റെ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന് കൊടുക്കാനായിട്ട് അവർക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുക. അത് ഞാൻ ബാഗിനകത്ത് വെക്കുന്നില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എക്സ്ട്രാ ഒരു 4 നൈറ്റീസ് എടുത്തുള്ളത്. ഈ 4 നൈറ്റിക്കകത്ത് 2 ഓപ്പൺ നൈറ്റിയാണ്, ഫുൾ ഓപ്പൺ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതും ലേബർ റൂമിൽ ചോദിക്കുന്ന ഓപ്പൺ നൈറ്റിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഓപ്പൺ നൈറ്റി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ C-സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ഡോക്ടർ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ഥലം മാത്രം ബട്ടൺസ് അഴിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ എളുപ്പമുണ്ട്. പിന്നെ നൈറ്റി ഇങ്ങനെ ഫുള്ള് പൊക്കിയിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടും പാടും ഒക്കെ ആയിരിക്കും. അപ്പം ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ 4 നൈറ്റീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എടുത്തിരിക്കുന്നത് എനിക്ക് 2 ഷോള്. ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ഒരു 2 ഷോള് ദേഹത്തിന് വേണ്ടിയിട്ട് വേണം. ഞാൻ കോട്ടന്റെ 2 ഷോളും കൂടെ അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നൈറ്റിയുടെ 2 ഷോള് വേണ്ടുള്ളവർക്ക് എടുക്കാം. ചിലര് ടവലോ തോർത്തോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പൊ ഞാൻ എന്തായാലും 2 കോട്ടൺ ഷോൾ വേണമായിരുന്നു, അവിടെ 2 കോട്ടൺ ഷോളും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അണ്ടർ സ്കേർട്ട് ഞാനൊരു അത്യാവശ്യം വേണം. അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് വളരെ അത്യാവശ്യ സംഭവം അത്. അപ്പൊ ഞാനതൊരു 5 ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ലേബർ റൂമിൽ കൊടുക്കാൻ എടുത്തിട്ടുള്ള നൈറ്റിയുടെ കൂടെ ഞാനൊരു അണ്ടർ സ്കേർട്ടും വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ എടുത്ത് കൊടുക്കാമല്ലോ. ഇത് പിന്നെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അണ്ടർ ഗാർമെന്റ്സും കാര്യങ്ങളൊക്കെ 1-2 എക്സ്ട്രാ എടുത്താലും നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനങ്ങളാണ് അതൊക്കെ. അപ്പൊ ഞാനത് ഒരു 5 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ അണ്ടർ ഗാർമെന്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 വെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഫീഡിംഗ് ബ്രാ ഞാനൊരു 3 എടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ഞാൻ 1-2 കർച്ചീഫ്സ്, പിന്നെ കാലിൽ ഇടാനായിട്ട് ഒരു സോക്സും എടുത്തിട്ടുണ്ട്. തണുപ്പാണോ കൊതുകടിയോ കൊള്ളണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു സോക്സും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് വേണം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമുക്ക് ഇട്ടുകൊണ്ട് വരാനായിട്ട് ഒരു ജോഡി ഡ്രസ്സ് എനിക്ക് വേണം. അപ്പം ഞാൻ ഒരു 2 ലെഗിൻസ് എടുത്തിട്ടുണ്ട്, ഒരു ടോപ്പ്. 2 ലെഗിൻസ് എടുത്ത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരു വയറൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ എനിക്ക് പാൻറ്റൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ കംഫർട്ടബിൾ ആവുന്നില്ല. അപ്പോൾ സൈസിനകത്ത് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അപ്പം ഞാൻ 2 ലെഗിൻസ് എടുത്തിട്ടുണ്ട്, 2 സൈസിലെ ലെഗിൻസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്താൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫീഡിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. തിരിച്ച് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ കഴുകിയതാട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇതിനകത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് നല്ലതാട്ടോ, ഇങ്ങനെ വരും. അപ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ടോപ്പും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബാഗിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കാം.
പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പാഡ് വേണം. അപ്പോൾ ഞാൻ സ്റ്റേ ഫ്രീയുടെ XXL ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രം പോരാ. ഞാൻ കുറേ പേർക്ക് ചോദിച്ചപ്പോഴത്തേക്ക് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് എന്താണ് മെറ്റേണിറ്റി സാനിറ്ററി പാഡും കൂടെ അവൈലബിൾ ആണ്, അങ്ങനെ കിട്ടണമെന്ന്. അപ്പം ഞാൻ ഇവിടെ കുറേ ഷോപ്പിലൊക്കെ പോയി തിരക്കി, മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി നോക്കി. ചിലയിടത്തൊന്നും അതില്ല. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ടാവണം. പിന്നെ ഞാൻ റിലയൻസിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിലയൻസ് ചെന്നപ്പോഴും അതില്ല. അപ്പോൾ പിന്നെ അവർ എനിക്ക് ഇതാ പറഞ്ഞു തന്നത്. എങ്കിലും ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അത് വരണം. അത് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും നല്ലതാട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് സാനിറ്ററി പാഡ് എന്ന് വെച്ചാൽ ഇതിന് മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ് മേടിച്ചത്. അപ്പോൾ അത് കൂടാതെ ഞാൻ ഇതും കൂടെ എക്സ്ട്രാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 18 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്തും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമാണ്. ഇതും വെക്കണം. പിന്നെ വരുന്നതും ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് മറ്റു സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഫയലിലാണ് എൻ്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഡോക്ടർ നമുക്ക് എഴുതി തന്നിട്ടുള്ള സ്കാനിങ്സ്, ബ്ലഡ് റിസൾട്ട്സ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം ഒരു 8 മാസം 7 മാസം തൊട്ട് മാക്സിമം നമ്മൾ പോകുന്ന വാഹനത്തിലോ കാറിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലോ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലതാവുക. അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, നല്ല കാര്യം തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനൊരു ഫയലിൽ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മാക്സിമം മറക്കുകയും ചെയ്യരുത്. ഇത് നമുക്ക് സമയത്ത് എടുത്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ അയൺ കാൽഷ്യം ടാബ്ലറ്റ് ഞാൻ എൻ്റെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ട്രിപ്പ് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കുന്നത് വേറെ പുറത്തിപ്പോൾ ഇരിപ്പുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചു, നമ്മൾ മറക്കരുതല്ലോ സമയത്ത്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ വാലറ്റിൽ, എൻ്റെ പേഴ്സിൽ ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ ATM കാർഡ്സും എൻ്റെ മറ്റ് കാർഡുകളും അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ആധാറും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബേബിയുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് ആധാറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ ചിലയിടത്ത് SSLC നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് കോപ്പിയും വേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആധാറും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബാഗിൽ, ഈ ഒരു പേഴ്സിൽ വെച്ചിട്ട് അതും കൂടെ എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബോ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നിയാൽ ഹെയർ ഒന്ന് ഒതുക്കി വെക്കാമല്ലോ. പിന്നെ ഞാനൊരു ചീപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ക്ലിപ്സും സ്ലൈഡ്സും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണമെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മുടി ഒന്ന് പഫ് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ലേബർ റൂമിലൊക്കെ കയറുമ്പോൾ നമ്മുടെ ഹെയർ 2 സൈഡിൽ ഇങ്ങനെ മെടഞ്ഞിട്ടിരിക്കും, എന്താ പറയാ, തെന്നി കെട്ടുക എന്ന് പറയില്ല, അങ്ങനെയൊക്കെ ഇടുന്ന പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ബാൻഡ്സും ഹെയർ ബാൻഡും കാര്യങ്ങളും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ ഇതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ഞാനൊരു കുഞ്ഞു പൗഡർ മേടിച്ചു വെച്ചിട്ടുണ്ട്. പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നതേ അല്ല, പിന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ബൈസ്റ്റാൻഡറിനെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇത് മേടിച്ച് പൗഡർ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ പൗഡർ, കുറച്ച് സേഫ്റ്റി പിന്നുകൾ, പിന്നെ അതുപോലെ എനിക്ക് പിന്നെ എന്ത് സാധനം ഇല്ലെങ്കിലും ഇങ്ങനത്തെ സാധനം എനിക്ക് വേണം, ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. അല്ലാതെ കുറേ കളക്ഷൻ എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെല്ലാം പുതിയ സാധനം എടുത്തപ്പോൾ ഇതും കൂടെ പുതിയത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് മേടിച്ചതാണ്. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ലിപ് ബാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനൊരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനം എല്ലാം കൂടെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഇത് പിന്നെ കൂടാതെ ഇതിനകത്ത് നമ്മുടെ മൊബൈലും ചാർജറും നിർബന്ധമായിട്ട് മറക്കാതെ എടുക്കുക. അപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്ത് വെക്കും. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഹാൻഡ് ബാഗിൽ, ഞാൻ വെച്ചിരിക്കുന്ന ഹാൻഡ് ബാഗിൽ കൊണ്ടുവന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫയൽ ഇതിനകത്ത് ഓക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് ഇങ്ങനെ എടുക്കും. ഹാൻഡ് ബാഗിനകത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ റൂംസിൽ, നമ്മുടെ റൂമിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് അവിടെ ടോയ്ലറ്റിലിടാൻ നമുക്ക് ഒരു സ്ലിപ്പർ മേടിച്ച് വെച്ചിരിക്കുന്ന നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യമാണ്. പിന്നെ എനിക്ക് കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം അഥവാ നമുക്ക് സമയത്ത് സഹിക്കാൻ വയ്യ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചൂട് പിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോട്ട് ബാഗ് വെച്ചിരിക്കുന്ന നല്ലതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം.
എന്നാലും എനിക്കിത് ആവശ്യമുള്ള സാധനമാണ്. അപ്പം ഞാൻ ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്റെ ചെരുപ്പാട്ടോ, ഇനി ഞാൻ മേടിച്ച് വെച്ചത്തേക്ക് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ചെരുപ്പും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്, സ്ലിപ്പർ കൂടാണ്ട്. പിന്നെ ഹീൽസും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഹീൽസ് ഒന്നും ഇല്ലാതെ ചെപ്പലും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ട മറ്റു കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാമല്ലോ. നമുക്ക് രണ്ട് ഞാൻ ഗ്ലാസ് പ്ലേറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ തട്ടി പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റീലിന്റെ സാധനങ്ങൾ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റീലിന്റെ 2 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റീലിന്റെ തന്നെ 2 ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ ഗ്ലാസ് ഒക്കെ സാധാരണ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ പിടിയുള്ളത് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 അല്ല 3 എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 കുഞ്ഞു സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ ഗ്ലാസ് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അപ്പൊ അത്യാവശ്യം നമ്മുടെ റൂമിലെ വിസിറ്റേഴ്സ് ഒക്കെ വന്നാൽ നമുക്ക് ചായ കുടിക്കാനും ഒക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പേപ്പർ ഗ്ലാസും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു ചെറിയ ബേസൻ വേണം. ഇങ്ങനെ ഒരു ബേസൻ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് കുറച്ചുകൂടെ വലുതായാലും മേടിക്കാൻ പറയുന്നത്. പക്ഷേ ഒന്നാമത് ഓൾറെഡി കുറേ സാധനമുള്ള പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബേസൻ മേടിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞിന്റെ വേസ്റ്റ് തുണിയിലിടാനോ നമുക്ക് വാഷുള്ള തുണി പെട്ടെന്ന് മാറ്റി വെക്കാനും ഒക്കെ ഇതെന്തായാലും ഉപകരിക്കപ്പെടും. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു തുണി വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ബക്കറ്റും അത്യാവശ്യമാണ്. അപ്പൊ ഞാനൊരു ബക്കറ്റും കപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം എന്തെങ്കിലും ബോട്ടിലോ ഒക്കെ വാഷ് ചെയ്യാനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രഷും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ ചായ മേടിക്കാനും ഒക്കെ ആയിട്ട് ഒക്കെ നമുക്ക് വേണ്ടിയിട്ടൊരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. മിൽട്ടന്റെ ഫ്ലാസ്ക് ആയിട്ട് എടുത്തിട്ടുള്ളത്, അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇപ്പൊ ഇതിനകത്ത് ഞാൻ വെക്കാത്തൊരു കാര്യം, എല്ലാവരും പറഞ്ഞു തൂക്കുപാത്രം, നമ്മുടെ ചോറ്റുപാത്രം എന്നൊക്കെ പറയുന്നത്, തൂക്കുപാത്രം ചായ മേടിക്കാനൊക്കെ ആയിട്ട്, അത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. അപ്പൊ അതും കൂടെ ഇതിനകത്ത് വെക്കണം. അത് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ കഞ്ഞി മേടിക്കാനൊക്കെ നമുക്ക് എന്തായാലും ഉപകരിക്കപ്പെടും. അപ്പൊ ഇത്ര സാധനങ്ങൾ നമുക്ക് ബക്കറ്റ് ഫുഡ് കഴിക്കാനും പിന്നെ നമുക്ക് തുണി കഴുകാനൊക്കെ ആയിട്ട് ഇത്ര സാധനങ്ങൾ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ എനിക്കായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാട്ടോ. ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട്, സ്ക്രബ്ബറിന്റെ ആവശ്യമൊന്നും അതിനും വേണ്ടി വരത്തില്ല, പിന്നെ ഞാൻ വെച്ചതേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് സാധനമൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവരുന്നത് പാടായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഇരുന്ന അവിടെ പോയിട്ട് കുറച്ചൊക്കെ എനിക്ക് പിടിച്ച് നിൽക്കാമല്ലോ. പിന്നെ ഞാനൊരു ഷാമ്പു, ഒരു ദീദിയുടെ ഒരു ഷാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഓയിൽ നിർബന്ധമാണ് കുളിക്കാനൊക്കെ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഓയിൽ വേണ്ടി വരും. അപ്പം ഞാൻ പാരച്യൂട്ടിന്റെ ഒരു ചെറിയ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പേസ്റ്റ്, അതുപോലെ ബ്രഷ്, 2 ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ എനിക്കും പിന്നെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനൊക്കെ ഉപയോഗിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഡെറ്റോൾ വേണം. ഡെറ്റോള്, ഹാൻഡ് വാഷ് ഞാൻ 2 ചെറുതെടുത്തു. ഒന്ന് ബാത്റൂമിൽ യൂസ് ചെയ്യാനായിട്ടും ഒന്ന് പുറത്തിരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാട്ടോ, ചെറിയ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. ചെറിയ ഓയില്, ചെറിയ പേസ്റ്റ്, കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ 3-4 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുക്കണം. പിന്നെ നമുക്ക് തുണി വാഷൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാർ സോപ്പ് വേണം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഡോക്ടർ വാഷിന്റെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് വാഷ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിയേഴ്സിന്റെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേച്ച് കുളിക്കുന്ന സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ സോപ്പ്, നമുക്ക് കുളിക്കുന്ന സോപ്പ് വയ്ക്കാനായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെക്കുന്നത് ബുദ്ധിമുട്ടല്ലേ, അപ്പൊ ഞാനൊരു സോപ്പ് പൊട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സോപ്പ് അതിനകത്തിട്ട് വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകാനായിട്ട് അപ്പോൾ ഒരു പാത്രം കഴുകുന്ന സ്ക്രബും അതേപോലെ അതിൻ്റെ ഒരു എക്സോടെ ഒരു ലിക്വിഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണമെങ്കിലോ ചെറിയൊരു നൈഫ്, ചെറിയൊരു കുഞ്ഞു കത്തിയാട്ടോ എടുത്തിരിക്കുന്നത്, ഇതും കൂടെ ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈ തുടയ്ക്കാനോ കൈ വാഷ് ചെയ്ത് തുടയ്ക്കാനോ ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ബോക്സിലാട്ടോ ഇട്ട് വെച്ചിരുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ചതെല്ലാം കൂടെ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇരുന്നോളൂ. അപ്പൊ ഇത്ര സാധനങ്ങൾ കൂടെ നമ്മൾ എടുത്ത് കരുതി വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 കാര്യം പറയാൻ വിട്ട്, നമുക്ക് ടിഷ്യൂസ് അത്യാവശ്യം കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പം നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകണം. പിന്നെ അതുകൂടാതെ നമുക്ക് തുണി കട്ട് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്കൊരു സിസറും കൂടെ വേണം, അതും നമ്മൾ കൊണ്ടുപോകണം.
അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ അത്യാവശ്യമുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ കണക്ക് 2 ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ, ഇത്ര സാധനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഫുഡ് കഴിക്കാനായിട്ടും അതുപോലെ നമുക്ക് കുളിക്കാനായിട്ടും തുണി കഴുകാനായിട്ടും ഒക്കെ പാത്രം കഴുകാനായിട്ടും ഒക്കെ നമുക്ക് ഇത്ര സാധനങ്ങളൊക്കെ എന്തായാലും വേണ്ടി വരും. കത്തിയും സിസറും ഒക്കെ നമുക്ക് വേണ്ടി വരും. പിന്നെ ഫ്ലാസ്ക്, പാത്രങ്ങളെല്ലാം വേണ്ടി വരും. പിന്നെ ബേബീൻ്റെ ആയാലും ബെഡും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മാക്സിമം മറക്കാണ്ട് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞു 3ാമതൊരു ബാഗ് ഞാൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ല, ഞാൻ വാങ്ങിയ കുറച്ച് അഡീഷണൽ സാധനങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളോട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അത് ഞാനൊരു സെക്കൻഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനകത്തിപ്പോൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല സാധനങ്ങൾ ഒത്തിരി കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവരോടും പറഞ്ഞു തന്നതും വീഡിയോ കണ്ടിട്ടും ഒക്കെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.